ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഒന്നുകൂടി കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് കൊതിക്കുന്നു. അതായത് അവർ 6 പേരായിട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതുപോലെ റീ എൻട്രീസ് ഒന്നും നടക്കാതെ ആരുമില്ലാതെ ഒരാഴ്ചയും കൂടി ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിയാവുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവരുടെ നല്ല നല്ല ഒരുപാട് നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സങ്കടം. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം. ഒരുപാട് കോമ്പോസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ ആദില, നൂറ, അനുമോൾ ഒരു കോമ്പോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പനി ശരത്ത്, അക്ബർ, ആര്യൻ, റെന, അങ്ങനെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, അഭിലാഷ്, ഒനിൽ, അങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കാത്ത ചില ചില കൂട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ശൈത്യവും നമ്മുടെ നൂറ, അതിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാത്തിനേക്കാളും വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഒരു പുഞ്ചിരിയോട് കൂടി മാത്രം അവർ ഇപ്പോൾ ആദിലയുടേതും അനുമോളുടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതൊരു സങ്കടമല്ല, നമുക്കൊരു അർഹിക്കുന്നില്ല എന്നൊരു ഫീൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് അറിയാതെ ഈ കോമ്പോ കാണുമ്പോൾ ചിരി വരുന്ന ഒരു കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അനീഷിന്റെ ഷാനവാസിന്റെ തന്നെയാണ്. കാരണം അനീഷ് ഷാനവാസിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കുന്ന സമയങ്ങളിലൊക്കെ ഷാനവാസിൻ്റെതായ രീതിയിൽ അടുക്കാൻ പോകുന്ന സമയത്തുള്ള അവരുടെയൊക്കെ മനസ്സ് തുറന്നുള്ള ചിരികളും തമാശകളും അവരുടെ ഡയലോഗും അവരുടെ ലോകത്ത് മാത്രമായിട്ടുണ്ടായിരുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. കാരണം അനീഷ് പറയുന്നുണ്ട്, ക്യാമറ ഉള്ളത് പോലും മറന്നു പോയിട്ട് ഞാൻ ചിരിച്ചു കണ്ണിന് വെള്ളം വന്ന് നോക്കിയ നിമിഷങ്ങളുണ്ട്. കാരണം അത്രയ്ക്കും അവർ എൻജോയ് ചെയ്ത സമയങ്ങളുണ്ട്. അത് പ്രേക്ഷകരും ഒരുപാട് എൻജോയ് ചെയ്ത സമയമുണ്ട്. സത്യത്തിൽ ടോപ്പ് എന്താ പറയുക, വിന്നർ അനീഷും ഷാനവാസും ഒക്കെ ആയിരുന്നു എന്ന് ഇപ്പോൾ കൊതിയാവുന്നുണ്ട്. അനുമോൾക്ക് കിട്ടിയതിൽ ഒരു പ്രശ്നവുമില്ല, ഡിസേർവിംഗ് ആണെങ്കിലും നമുക്കുള്ളിൻ്റെ എവിടെയൊക്കെ ഒരു സങ്കടം പോലെ ഇവരൊക്കെ എത്തിയിരുന്നെങ്കിൽ. കാരണം ലാലേട്ടൻ്റെ മുമ്പിൽ മറ്റുള്ളവരോട് പോലെ കള്ളം പറയാതെ ഷാനവാസ് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ടോപ്പ് 3 എത്തുമെന്നല്ല ടോപ്പ് 2 എത്തുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുന്നുണ്ട്. കാരണം അയാൾ ഓപ്പൺ ആണ്, മറ്റുള്ളവരുടെ പോലെ നാണക്കേട് വിചാരിച്ചിട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമെന്നൊന്നും വിചാരിക്കാതെ തുറന്നു പറഞ്ഞൊരു മനുഷ്യൻ തന്നെയാണ്. എന്തായാലും അനീഷിനെ ഷാനവാസിനെ ഒരുപാട് മിസ് ചെയ്യും നമ്മൾ സീസൺ 7 പറ്റി ആലോചിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ നമ്മൾ സീസൺ 4 എന്നൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ദിൽഷ, പിന്നെ റോബിൻ, ബ്ലസ്ലി എന്നൊക്കെ ആലോചിക്കുന്ന പോലെ തന്നെ ഷാനവാസിനെയും അനീഷിനെയൊക്കെ എല്ലാവരും ഓർക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയി വീണ്ടും കാണാം.